Okay. Good morning all. Good morning and welcome to today's session. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്ത ഒരു അതേ സെയിം ടോപ്പിക്കാണ്, സെയിം മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റീരിയൽ എന്നല്ല, സെയിം ക്ലാസ്സാണ്, സെയിം ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. സ്പെഷ്യൽ ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ സെയിം ടോപ്പിക്കാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ CGL എക്സാം, അതുപോലെ തന്നെ CHSL എക്സാം, മെയിൽ വരാൻ പോകുന്ന CHSL എക്സാമും ഇതിലെല്ലാം ചോദിക്കുന്നത് രണ്ട് രീതിയിലാണ് ചോദിക്കുക. ഒന്ന് ഗ്രാമർ ബേസ്ഡും ചോദിക്കും, ഒന്ന് വൊക്കാബുലറി ബേസ്ഡും ചോദിക്കും. ഗ്രാമർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ പ്രപ്പോസിഷനൊക്കെ ഇട്ടിട്ട് അല്ലേ, ഒന്നുകിൽ പ്രപ്പോസിഷനോ അതുപോലെ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൻ്റെ പേരിൽ അല്ലേ, അതിൻ്റെ ബേസിൽ ഒരു ചോദ്യം ചോദിക്കും. അല്ലെങ്കിൽ പക്ക വൊക്കാബുലറി ബേസ്ഡ് 4 ഓപ്ഷൻസ് ഉണ്ടാകും. ആ ബ്ലാങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ കൃത്യം മീനിങ് വരുന്ന വേർഡ് അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനെക്കാട്ട് മുമ്പായിട്ട് ടീച്ചിങ്ങിൽ എനിക്ക് SSC റെയിൽവേ എക്സാംസിനാണ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളത്. ഇംഗ്ലീഷ്, മാത്സ്, ഈ 2 സബ്ജക്ട്സാണ് ഞാൻ ഹാൻഡിൽ ചെയ്യാറ്. അത് 3+ മൊത്തം 3 വർഷത്തിൽ കൂടുതൽ, ഏതാണ്ട് 4 വർഷം ആവാനായി ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഏതാണ്ട് 2 വർഷത്തിൽ ഓൺലൈൻ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ അൺഅക്കാഡമിയുടെ 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് റേസ് എ ഹാൻഡ് ഫീച്ചറും അതുപോലെ ആസ്ക് എ ഡൗട്ട് ഫീച്ചറും. ഒന്ന് റേസ് എ ഹാൻഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അൺഅക്കാഡമി ആപ്പിലോ വെബ്സൈറ്റിലോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കുക. അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തിട്ട് എഡ്യൂക്കേറ്റർ അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററിനോട് നേരിട്ട് സംസാരിക്കാം, മൈക്ക് ത്രൂ ആയിട്ട് സംസാരിക്കാം. മൈക്ക് ത്രൂ ആയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയി ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ എഡ്യൂക്കേറ്ററും ലേണറും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, ഒരു അന്തരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതൊക്കെ. രണ്ടാമത്തത് ആസ്ക് ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ, ഡൗട്ട് ചോദിക്കാൻ ഇതിനേക്കാൾ എളുപ്പം ആയിട്ടുള്ള വേറൊരു വഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ചോദ്യം ഫോട്ടോ എടുക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ അത് അൺഅക്കാഡമിയുടെ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഇനി ഒറ്റയടിക്ക് 3 ഡൗട്ട് വരെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം അറ്റ് എ ഗോ, ആൻഡ് യു ക്യാൻ ഓൾസോ പോസ്റ്റ് 2 അഡീഷണൽ ഡൗട്ട്സ് വൈൽ വെയിറ്റിംഗ് ഫോർ യുവർ സൊല്യൂഷൻ. അപ്പോൾ ഇത് 2 ഫീച്ചേഴ്സ്. ഈ രണ്ട് ഫീച്ചേഴ്സിലും നിങ്ങൾക്ക് പ്രയോറിറ്റി ലഭിക്കണമെങ്കിൽ, പ്രയോറിറ്റി ഇൻ ഡൗട്ട് സോൾവിംഗ്, പ്രയോറിറ്റി ഇൻ ലൈവ് ക്ലാസ്സസ്. അതായത് ലൈവ് ഡൗട്ട് സോൾവിംഗിൽ അക്കാഡമിക് ഡൗട്ട്സ് വിൽ ബി സോൾവ് ബൈ ഡൗട്ട് സോൾവർ ആൻഡ് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്സ്. ഡൗട്ട് സോൾവർ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഡൗട്ട് സോൾവിങ് ഇത് ആസ്ക് ഔട്ടാണ്, ആസ്ക് ഔട്ട് ഫീച്ചറാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആസ്ക് ഔട്ട് ഫീച്ചറിലാണ്. അതിൽ ലേണേഴ്സ് വിൽ ഹാവ് ആക്സസ് ടു ക്ലിയർ ഡൗട്ട് ഫീച്ചർ ഓൺ ദ ആപ്പ് ടു ഗെറ്റ് ദിയർ അക്കാഡമിക് ഡീറ്റെയിൽസ്, ഡൗട്ട്സ് റിസോൾവ്. നമ്മൾ പറഞ്ഞ ആസ്ക് ഔട്ട് എന്ന ഫീച്ചർ, ഇതിൽ പ്രയോറിറ്റി ലഭിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ് റേസ് എ ഹാൻഡ് ഫീച്ചറിൽ, അതായത് ഐക്കോണിക് ലേണേഴ്സ് വിൽ ബി ഗിവൺ പ്രയോറിറ്റി. ഐക്കോണിക് എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ഫീച്ചേഴ്സിലും പ്രയോറിറ്റി ലഭിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, റേസ് ഹാൻഡ് ഫീച്ചറിൽ റേസ് ഹാൻഡ് കൊടുത്തിട്ട് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാൻ ഉള്ള ആ ഒരു ക്യൂവിൽ, അല്ലെങ്കിൽ ആ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്കായിരിക്കും ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഇഫ് യു ആർ ആൻ ഐക്കോണിക് സബ്സ്ക്രൈബർ. ഈ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസിൻ്റെ കൂടെ തന്നെ, പ്ലസ് എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻ്റെ അഡീഷണലായിട്ട് വരുന്ന 2 ഈ ഫീച്ചേഴ്സ് കൂടിയിട്ടുള്ളതാണ് ഐക്കോണിക്. ഓക്കെ, പ്ലസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിൻ്റെ അതിൻ്റെ അഡീഷണലായിട്ട് ഈ 2 ഫീച്ചേഴ്സിലും പ്രയോറിറ്റി ലഭിക്കും നിങ്ങൾക്ക് ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ. ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ്റെ ഡിഫറെൻറ്റ് പ്ലാൻസ് എന്ന് പറയുന്നത് 6 മന്ത്സിലേക്ക് 6480 ആണ്, ഒരു വർഷത്തേക്ക് 7800 ആണ്, 2 വർഷത്തേക്ക് 9360 ആണ്. ഓക്കെ, ഇനി പ്ലസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലാ SSC എഡ്യൂക്കേറ്റേഴ്സിനെയും, ഇന്ത്യയിലെ എല്ലാ ടോപ്പ് SSC എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും കോഴ്സുകളാണ്. അത് എല്ലാ എക്സാംസിൻ്റെയും, ഇപ്പോൾ CGL, CHSL ഒക്കെ സിമിലർ ടോപ്പിക്സ് ആണ്, സിമിലർ സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സിലബസിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് കോഴ്സസ് ആയിരിക്കും. ക്ലാസ്സുകളെല്ലാം ലൈവ് ആയിരിക്കും. ടെസ്റ്റുകൾ വീക്ക്ലി ആയിട്ട് നടത്തും. ഈ നടത്തുന്ന ടെസ്റ്റുകൾ ബേസ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് ടെസ്റ്റ് അനാലിസിസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഈ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നതിന് വളരെ അവിഭാജ്യമായ ഘടകമാണ് ഈ ടെസ്റ്റ് അനാലിസിസ് റിപ്പോർട്ട്. കാരണം മോക്ക് ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല, ടെസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ അതിന് അനലൈസ് ചെയ്യണം. നിങ്ങൾ എവിടേക്കാണ് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. എവിടേക്കാണ് നിങ്ങൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീക്ക് ഏരിയാസ്, സ്ട്രോങ് ഏരിയാസ്, ഈ സ്ട്രോങ് ഏരിയാസിൽ നിങ്ങൾ
അതിനേക്കാൾ കൂടുതൽ വീക്ക് ഏരിയസിൽ ഫോക്കസ് കൊടുക്കാം. അങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. പേഴ്സണൽ ഗൈഡൻസ്, എക്സ്പേർട്ട് ഗൈഡ്ലൈൻസ് ഒക്കെ ഉണ്ടാവും. സ്റ്റഡി പ്ലാനർ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈ വീക്ക്ലി റിവ്യൂസ്, നിങ്ങളുടെ ഒരു റുട്ടീൻ അനുസരിച്ച്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യും, സ്പെഷ്യലൈസ് നോട്ട്സ് ആൻഡ് പ്രാക്ടീസ് സെറ്റ്സ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് ഒരു മാസത്തേക്കാണ് പേ ചെയ്യുന്നതെങ്കിൽ 1350 ആണ്. പക്ഷേ എല്ലാ മാസവും ഇങ്ങനെ പേ ചെയ്യുന്നതിന് പകരം 3400 രൂപ 3 മാസത്തേക്കോ 5500 രൂപ 5400 for 6 months, 6500 for 1 year or 7800 for 2 years എന്ന രീതിയിൽ പേ ആണെങ്കിൽ പെർ മന്ത് വരുന്ന പൈസ കുറയും. അപ്പോൾ 6 months എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു മാസം ഇഫക്റ്റീവ്ലി 900 രൂപയാണ് വരുന്നത്. അതിൻ്റെ ഒക്കെ പേരിൽ ഒരു 10% ഓഫ് നിങ്ങൾക്ക് എന്താണ് -10% അല്ല 10% ഓഫ് നിങ്ങൾക്ക് ലഭിക്കും VCN 10 എന്ന് പറഞ്ഞിട്ട് കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അവസാനമായിട്ട് പറയാനുള്ളത്, അൺഅക്കാഡമിയുടെ ഏതെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്യുന്ന ആ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. All set, let's crack it. Okay. Select the most appropriate option to fill in the blank. അതാണ് നമ്മുടെ fill in the blanks അല്ലേ. അപ്പോൾ എന്താണ്? A photograph should dash at you and tell you loudly that something is dash. A photograph should dash at you and tell you loudly that something is dash. എന്താണ്? അതായത് ഇവിടെ ഇതുപോലെ 2 ബ്ലാങ്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് CHSL-ലും CGL-ലും ഒന്നും ഇങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, പ്രതീക്ഷിക്കേണ്ട. മറ്റ് എക്സാംസ് ഇപ്പോൾ CPO എക്സാംസിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ പ്രതീക്ഷിക്കാം. CPO എക്സാംസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. CPO മെയിൻസ് 2019 ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. 2019 ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ ഞാൻ ഈ പെർട്ടിക്കുലർ എക്സാമിൽ നിന്ന് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ CGL ആണെങ്കിലും CHSL ആണെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ വളരെ പരിതാപകരമാണ്. വളരെ ലോ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ആർക്കും വേണമെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഏറ്റവും ടഫസ്റ്റ് മോസ്റ്റ് ഡിഫിക്കൾട്ട് ലെവലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിലേക്ക് പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ CPO എക്സാമിലൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതെന്താ അർത്ഥം? അവിടെ ഫോട്ടോഗ്രാഫ് ഷുഡ് ഡാഷ് അറ്റ് യു, ഒന്നുകിൽ വിങ്ക്, ലുക്ക്, ലാഫ്, ഷൗട്ട്. ഈ സെൻറ്റൻസ് വായിച്ച് നോക്കിയാൽ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. എന്താണ്? ആൻഡ് ടെൽ യു ലൗഡ്ലി ദാറ്റ് സംതിങ്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുള്ളൊരു എന്താ പറയുക, ഒരു ഫിലോസഫിക്കൽ എന്നല്ല അല്ലേ, അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. ഏതാണ്ടതുപോലെ. അപ്പോൾ ലൗഡ്ലി ദാറ്റ്, നിങ്ങൾ ലൗഡായിട്ട് ഒരു കാര്യം നിങ്ങളോട് ഫോട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മോശപ്പെട്ട കാര്യമാണ് അല്ലേ. ദാറ്റ് സംതിങ് റോങ് ഇസ് ദർ, സംതിങ് നെഗറ്റീവ് ഇസ് ദർ. അപ്പോൾ എന്താണ്? ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് സംതിങ് സ്ട്രേഞ്ച് അല്ല, സ്കെയറി അല്ല, ഈസി അല്ല, റോങ് ആണ്. സ്ട്രേഞ്ചും സ്കെയറിയും ഈസിയൊക്കെക്കാളും റോങ് ആയിരിക്കും. പിന്നെ നോക്കുക, അതിൻ്റെ ഫസ്റ്റ് ബ്ലാങ്കിലുള്ളത് ഷൗട്ടാണ് വരിക. കാരണം വിങ്ക് അറ്റ് യു എന്നല്ല പറയാം. എന്തെങ്കിലും മോശം സംഭവിച്ചോ അല്ലെങ്കിൽ തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിറുക്കി കാണിക്കില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ലുക്ക് അറ്റ് യു അല്ല, ലാഫ് അറ്റ് യു അല്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഷൗട്ട് ചെയ്യണം അല്ലേ. ഷൗട്ട് റോങ്. ഷൗട്ട് അറ്റ് യു ആൻഡ് ടെൽ യു ലൗഡ്ലി ദാറ്റ് സംതിങ് ഇസ് റോങ്. ആൻഡ് ഇൻ ജനറൽ, Earth's magnetic dash is getting weaker, leading scientists to say that it will eventually flip like a bar dash flipping over. നമ്മൾ സയൻസ് പഠിച്ചിട്ടുള്ള ആളുകളാണ്, സയൻസ് പഠിക്കുന്ന ആളുകളാണ് എക്സാംസിനൊക്കെ അല്ലേ. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഡാഷ് എന്തായിരിക്കും? എർത്തിൻ്റെ മാഗ്നറ്റിക് ഏരിയ അല്ല, ഗ്രൗണ്ട് അല്ല, പവർ അല്ല, ഫീൽഡാണ്. ഫീൽഡ് ഒറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ബ്ലാങ്കിലേക്ക് നോക്കേണ്ട ആവശ്യം പോലുമില്ല. Earth's magnetic field is getting weaker, leading scientists to say that it will eventually flip like a bar magnet. ബാർ മാഗ്നറ്റ് എന്ന് പറയും അല്ലേ. നമ്മുടെ മാഗ്നറ്റിൻ്റെ ചെറിയ ഉണ്ടാവില്ലേ, ഒരു ബാർ ഉണ്ടാവില്ല, അതാണ് ബാർ മാഗ്നറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ബാർ മാഗ്നറ്റ് ഫ്ലിപ്പിംഗ് ഓവർ. ഫ്ലിപ്പിംഗ് എന്ന് വെച്ചാൽ, ഫ്ലിപ്പ് എന്ന് വെച്ചാൽ മറിഞ്ഞു പോവുക. Earth's north magnetic dash has been drifting so fast in the last few decades that scientists say that past estimates are no longer accurate enough for precise dash. Decade എന്ന് പറഞ്ഞാൽ എന്താണ്? Decade is 10 years അല്ലേ. 10 years ആണ് decade. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സെൻറ്റൻസ് വായിച്ചു നോക്കുകയാണെങ്കിൽ എന്താ മനസ്സിലാവും? മാഗ്നറ്റിക് സോൺ അല്ല, മാഗ്നറ്റിക് ഏരിയ അല്ല, മാഗ്നറ്റിക് റീജൻ അല്ല, മാഗ്നറ്റിക് പോളാണ്. മാഗ്നറ്റിക് പോൾ ഹാസ് ബീൻ ഡ്രിഫ്റ്റിംഗ് സോ ഫാസ്റ്റ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ്. ആൻഡ് ദാറ്റ് സയൻറ്റിസ്റ്റ് സേ ദാറ്റ് പാസ്റ്റ് എസ്റ്റിമേറ്റ്സ്, അതായത് ഇതിന് മുമ്പ് നമുക്കുണ്ടായ നമ്മുടെ കയ്യിലുള്ള എസ്റ്റിമേറ്റുകൾ,
എന്നുവെച്ചാൽ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇത് ഇന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കണ്ടെത്തലുകളും നമ്മുടെ ധാരണ അല്ലേ, കണ്ടെത്തലുകളാണ് പാസ്റ്റ് എസ്റ്റിമേറ്റ്സ് എന്താണ്? ആർ നോ ലോങ്ങർ ആക്യുറേറ്റ്. അത് ഇപ്പോൾ കൃത്യമല്ല. അതിപ്പോൾ പണ്ട് നമ്മൾ എന്താണ് നേടിയ കണ്ടെത്തലുകൾ ഇപ്പോൾ ആക്യുറേറ്റ് അല്ല, ശരിയല്ല. ആക്യുറേറ്റ് ഇനഫ് ഫോർ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ കൃത്യം, കൃത്യമാണ് പ്രിസൈസ്. സോ പ്രിസൈസ് നാവിഗേഷൻ, ഓപ്ഷൻ സി. നാവിഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആ വഴി അല്ലേ, ദിശയും വഴിയൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക, അതാണ് നാവിഗേഷൻ. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നാവിഗേഷൻ, ഗൂഗിൾ മാപ്പ് എന്താണ്? നാവിഗേറ്റ് ആണ് ചെയ്യുന്നത്. നാവിഗേറ്റീവ്, ഷോ ദ വേ. For years, Indian looking for meaty dash have been stuck with the dash soya nuggets. ഈ ഭാഗത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക്, അത് ഫോർമാറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒറിജിനൽ എക്സാമ്പിൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. എന്തായാലും അതവിടെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിവിടെ 2 ബ്ലാങ്ക് ഫില്ല് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണുള്ളത്. ഓക്കെ, സോ ഇന്ത്യൻസ് ആയിക്കോട്ടെ, ഇന്ത്യൻസ് ലുക്കിംഗ് ഫോർ മീറ്റി ഡാഷ് ഹാവ് ബീൻ സ്ട്രക്ക് വിത്ത് ദ ഡാഷ് സോയ നഗറ്റ്സ്. അപ്പോൾ മീറ്റി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എന്നാൽ ഓൾട്ടർനേറ്റീവ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. മീറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഓൾട്ടർനേറ്റീവ് അല്ല. കാരണം മീറ്റ് നമുക്ക് ആരോഗ്യത്തിന് മോശമാണല്ലോ. അപ്പോൾ എന്നാണല്ലോ നമ്മളൊരു വെപ്പ്, റെഡ് മീറ്റ് അല്ലേ, അതൊക്കെ മോശമാണ്. അപ്പോൾ മീറ്റ് കഴിക്കുന്നതിന് പകരം അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് വേണ്ടത്, അതിന് പകരമായിട്ടൊരു സാധനം. അപ്പോൾ ഓൾട്ടർനേറ്റീവും അല്ല. മീറ്റി ഓൾട്ടർനേറ്റീവ് എന്ന് പറയില്ല, മീറ്റി സബ്സ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഹാവ് ബീൻ സ്ട്രക്ക് വിത്ത് ദ യുബീക്വിഷ്യസ് എന്ന റീജിയണൽ അല്ല, സോയ നഗറ്റ്സ് റീജിയണൽ അല്ല. യുബീക്വിഷ്യസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് എവ്രിവെയർ, ഓംനി പ്രസൻറ്റ് എന്നൊക്കെ അർത്ഥം. ഓംനി പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ തൂണിലും തുരുമ്പിലും കാണപ്പെടുന്ന ആ മനുഷ്യനല്ല, ആ വ്യക്തി, അങ്ങേരെ കുറിച്ചാണ് പറയുന്നത്. Even on an overcast winter's day, it is at least 10 times dash outside than in a standard office. By dash to work and getting outdoors at lunchtime, we can begin to reconnect with the light. Even on an overcast winter's day, it is at least 10 times. ഇവിടെ ഒരു ദാൻ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫീസിൽ ഉള്ളതിനേക്കാൾ അല്ലേ എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ഇവിടെ ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ തെറ്റ്, ഓപ്ഷൻ സി തെറ്റ്. ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഡി ബ്രൈറ്റർ. ഇപ്പോൾ ബ്രൈറ്റർ ആണ് വേണ്ടത്, കാരണം കമ്പാരിസൺ ആണ്, കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. ബ്രൈറ്റർ ഔട്ട്സൈഡ് ദാൻ ഇൻ എ സ്റ്റാൻഡേർഡ് ഓഫീസ്. ബൈ ഡാഷ് ടു വർക്ക്, ബൈ വാക്കൽ എന്താണ്? ബൈ വാക്കിംഗ് ടു വർക്ക്, ഓപ്ഷൻ ബി. ബൈ walking to work and getting outdoors at lunchtime, we can begin to reconnect with the light. People from dash societies go to bed and wake up several hours earlier than people in dash countries do and seem to sleep better than the dash. People from dash societies എന്തായിരിക്കും? അതായത് going to bed, waking up several hours earlier than people in dash countries അല്ലേ? ഓക്കെ, അപ്പോൾ നേരത്തെ ഉറങ്ങാൻ കിടക്കുന്ന ആരായിരിക്കും? എന്തായാലും മോഡേൺ ആൾക്കാരല്ല, ട്രഡീഷണൽ ആൾക്കാരാണ്. അപ്പോൾ ഓപ്ഷൻ ബി ഓ സി ആണ്. പീപ്പിൾ ഫ്രം ട്രഡീഷണൽ സൊസൈറ്റീസ് ഗോ ടു ബെഡ് ആൻഡ് വേക്ക് അപ്പ് സെവറൽ hours ഏർലിയർ ദാൻ എന്തായിരിക്കും? രണ്ടിലും ഡെവലപ്ഡ് തന്നെയാണ്. ഡെവലപ്പ് കൺട്രീസിൽ കൂടുതൽ മോഡേൺ ആൾക്കാരായിരിക്കും അല്ലേ? മോഡേൺ ലൈഫാണ്. എന്താണ് urban സിറ്റി ലൈഫ് എന്ന് പറയുമ്പോൾ വളരെ വൈകിയാണ് കിടന്നുറങ്ങുന്നത്. ഓക്കെ, ഇൻ ഡെവലപ്പ് കൺട്രീസ് ഡു ആൻഡ് സീം ടു സ്ലീപ് ബെറ്റർ ദാൻ ദ ലേറ്റർ എന്നല്ല പറയാ, ലാറ്റർ എന്നാ പറയാം അല്ലെ? ഓപ്ഷൻ സി ലാറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഫോമറിന്റെ ഓപ്പോസിറ്റ് ആണ് ലാറ്റർ എന്ന് പറയുന്നത്. ഫോമറിന്റെ ഓപ്പോസിറ്റ് ആണ് ലാറ്റർ അല്ലെ? ആൻഡ് സ്ലീപ് ബെറ്റർ ദാൻ ദ ലാറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ ആരാണ്? ആദ്യം ട്രഡീഷണൽ ആൾക്കാരെ പറ്റി പറഞ്ഞത്. ട്രഡീഷണൽ ആൾക്കാരെ പറ്റി ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഡെവലപ്ഡ് ആൾക്കാരെ പറ്റിയാണ് അല്ലേ? അപ്പോൾ ബെറ്റർ ദാൻ ദ ലാറ്റർ എന്ന് പറയുമ്പോൾ ബെറ്റർ ദാൻ ദ രണ്ടാമത് പറഞ്ഞ ആൾ, ബെറ്റർ ദാൻ ദ ഡെവലപ്ഡ് കൺട്രീസ്, ബെറ്റർ ദാൻ ദ പീപ്പിൾ ഫ്രം ഡെവലപ്ഡ് കൺട്രീസ്, ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. Okay, teaching is so much more than dash in front of a whiteboard, as one of the most important elements of teaching is dash relationships with students. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വെള്ള ബോർഡിൻ്റെ വൈറ്റ് ബോർഡിന് മുമ്പിൽ ഇരുന്നിട്ട്
എന്ത് ചെയ്യുന്നതല്ല എന്നാണ്. എന്ത് ചെയ്യുന്നതല്ല അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. രണ്ടാമത്തത് അത് ചെയ്യുന്നതല്ല, പകരം എന്താണ്? ഇറ്റ് ഈസ് ഡാഷ് റിലേഷൻഷിപ്സ് വിത്ത് സ്റ്റുഡൻസ്. ബിൽഡിംഗ് റിലേഷൻഷിപ്പ് അല്ലേ, ബിൽഡിംഗ്. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എയും ബിയും ഉണ്ട്, സിയും ഡി നമുക്ക് കട്ട് ചെയ്യാം. പിന്നെന്താണ്? വെയിറ്റിംഗ് എന്നല്ല, സ്റ്റാൻഡിങ് ആണ് കുറച്ചുകൂടെ അപ്രോപ്രിയറ്റ് അല്ലേ. വെയിറ്റിംഗ് അല്ല, സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട്. ചുമ്മാ വൈറ്റ് ബോർഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക അല്ല പണി, പകരം എന്താണ്? റിലേഷൻഷിപ്പ്, സ്റ്റുഡൻസുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. Although many Western cultures are moving towards more dash, less hierarchical organizations, the new research suggests that dash power structures are, and basic values of charity and fraternity are the cornerstones of successful societies. അപ്പോൾ നമ്മൾ നോക്കുക. Although many Western cultures are moving towards more dash, less hierarchical organization. അതായത് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഹൈറാർക്കി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടാണ്. അതായത് ആദ്യം ഫസ്റ്റ് ബോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ജനറൽ മാനേജർ, ഡയറക്ടർ, മാനേജർ, പിന്നെ അസിസ്റ്റന്റ് മാനേജർ, പിന്നെ അങ്ങനെ ഓരോ സാധാരണ സ്റ്റാഫ് അല്ല, അങ്ങനെ അതാണപ്പോൾ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ഹൈറാർക്കി എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഓർഗനൈസ്ഡ് ആയിരിക്കും. അല്ല, ഓർഗനൈസേഷൻ അല്ല, അവിടെ ഓർഗനൈസ്ഡ് അല്ല, മോർ സബ്സ്റ്റാൻഷ്യൽ അല്ല, മോർ ലിബറൽ ആയിരിക്കും. അപ്പോൾ എയും ബിയും തെറ്റാണ്. മോർ ലിബറൽ. ഇനി രണ്ടാമത്തെ നോക്കുക, ലെസ് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ. ദ ന്യൂ റിസർച്ച് സജസ്റ്റ് ദാറ്റ് ഡാഷ് പവർ സ്ട്രക്ചേഴ്സ് ആൻഡ് ബേസിക് വാല്യൂസ് ചാരിറ്റി ആൻഡ് ഫ്രട്ടർണിറ്റി അത് കോർണർസ്റ്റോൺ. ട്രഡീഷണൽ ആണോ റാഡിക്കൽ ആണോ? റാഡിക്കൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചേരില്ല അല്ലേ. ഇവിടെ നമുക്ക് റാഡിക്കലിനേക്കാളും എന്താ വേണ്ടത്? ട്രഡീഷണലാണ് കേട്ടോ, കറക്റ്റ്. റാഡിക്കൽ എന്നല്ല, റാഡിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ വളരെ എന്താണ് ഒരു വാക്കെന്താ പറയുക, നമ്മൾ വളരെ ടഫ് മെഷേഴ്സ് എന്നൊക്കെ രീതിയിലുള്ള എന്ന് പറയുന്നതാണ് റാഡിക്കൽ എന്ന് പറയുന്നത് അല്ലേ. ടഫ് മെഷേഴ്സ് അതൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്താണ്? റാഡിക്കൽ അല്ല, ട്രഡീഷണൽ പവർ സ്ട്രക്ചേഴ്സ് ആർ ദ കോർണർ സ്റ്റോൺസ് ഓഫ് സക്സസ്ഫുൾ സൊസൈറ്റി. എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ട് പോകണം, ട്രഡീഷൻ ഫോളോ ചെയ്യുന്നതാണ് ഒരു സൊസൈറ്റിയുടെ സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കോർണർ സ്റ്റോൺ. ഏറ്റവും കോർണർ സ്റ്റോൺ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം. Advocates say the idea of a basic income poverty traps. Okay. Advocates say the idea of a basic income poverty traps and dash income while the dash individual and reducing paperwork. While dash the individual and reducing paperwork. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബേസിക് ഇൻകം പോവർട്ടി എന്ന് പറയുന്ന സംഭവമുണ്ട്, നമ്മൾ ന്യൂസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബേസിക് ഇൻകം പോവർട്ടി എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്നൊക്കെ പറയുന്ന സാധനം അല്ലേ, യൂണിവേഴ്സൽ ബേസിക് ഇൻകം. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യുന്നത്? അത് ട്രാപ്സ് ആൻഡ് റീഡിസ്ട്രിബ്യൂട്ട്സ് ഇൻകം ട്രാപ്പ് ചെയ്യുന്നു, അത് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്ന വെച്ചാൽ അത് പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു വൈൽ empowering the individual and reducing paperwork. ഇൻഡിവിജ്വൽ വ്യക്തിയെ അത് എംപവർ ചെയ്യുന്നു അല്ലേ, ആൻഡ് റെഡ്യൂസിങ് പേപ്പർവർക്ക്. All societies are held together by 7 universal moral rules which include dash to superiors and dash the property of others. ഓക്കെ, എന്താണ്? ഡെഫറിങ് എന്നുണ്ട്, ഫോളോയിങ് എന്നുണ്ട്, കൺഫോമിങ് എന്നുണ്ട്. ഫോളോയിങ് ടു എന്ന് എന്തായാലും വരില്ല അല്ലേ. പിന്നെ നമ്മൾ വിചാരിക്കാം കൺഫോമിങ് ടു എന്ന് പറയാം, പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ അത് തെറ്റാണ്. കൺഫോമിങ് ടു റൂൾസ് എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. കൺഫോമിന് ശേഷം ടു യൂസ് ചെയ്യാം, പക്ഷേ അത് കോണ്ടെക്സ്റ്റ് വേറെയാണ്. കൺഫോം ടു റൂൾസ് എന്ന് പറയാം, റൂൾസ്. ഇവിടെ അത് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഡെഫറിങ് ആണ്. ഡെഫറിങ് ടു സുപ്പീരിയേഴ്സ് ആൻഡ് ഗാർഡിങ് ദ പ്രോപ്പർട്ടി എന്ന് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഗാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് റെസ്പെക്ട് ചെയ്താൽ മതി. വി ഓൺലി ഹാവ് ടു റെസ്പെക്ട് ദ പ്രോപ്പർട്ടി ഓഫ് അതേഴ്സ്, വി ഡോണ്ട് ഹാവ് ടു ഗാർഡ്. നമ്മൾ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി നമുക്ക് ഗാർഡ് ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കില്ല, നമുക്കത് റെസ്പെക്ട് ചെയ്യാം. ഗാർഡ് ചെയ്യുക അവനവൻ്റെ ഡ്യൂട്ടിയാണ് അല്ലേ. ഗാർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു വാച്ച്മാൻ്റെ ലെവലിലേക്ക് എത്തിപ്പോകും. ഓപ്ഷൻ എ. The idea of a basic income as a replacement of means tested dash payments has its share of supporters on both the left and the right of the political support എന്ന് വരില്ല,
പൊളിറ്റിക്കൽ സോണ് റേഞ്ചിനേക്കാളൊക്കെ പൊളിറ്റിക്കൽ സ്പെക്ട്രം എന്നാണ് പറയുക. അപ്പോൾ ഒറ്റ ഒരു ബ്ലാങ്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ ആൻസർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ മീൻസ് ടെസ്റ്റഡ് വെൽഫെയർ പേയ്മെൻറ്റ്സ് അതൊരു തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ ജി കെയിലും അല്ലെ കറണ്ട് അഫയേഴ്സിലൊക്കെ നമ്മൾ ജനറലായിട്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. സോ മീൻസ് ടെസ്റ്റഡ് വെൽഫെയർ പേയ്മെൻറ്റ്സ് ഹാസ് എ ഷെയർ ഓഫ് സപ്പോർട്ടേഴ്സ് ഓൺ ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൻ്റെ ലെഫ്റ്റ്, അതായത് ലെഫ്റ്റ് നമ്മൾ ഇടതുപക്ഷം എന്ന് പറയില്ല, ഇടതുപക്ഷവും റൈറ്റ് വിങ് അല്ലേ. During the Great Depression, America's dance marathon craze was more of a dash strategy than a form of dash. Dance marathon craze was more of a dash strategy. എന്താണ്? അതൊരു ഫണ്ടമെൻ്റൽ സ്ട്രാറ്റജി അല്ല, ബേസിക് സ്ട്രാറ്റജി അല്ല. ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്ത് നമുക്ക് സർവൈവലാണ് വേണ്ടത്, സർവൈവലാണ് വേണ്ടത് അല്ലേ. സർവൈവാണ് ചെയ്യേണ്ടിയിരുന്നത്, സർവൈവലാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ സർവൈവൽ സ്ട്രാറ്റജി ദാൻ എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിലേക്കാളും എന്നതിനേക്കാളും അതൊരു എന്താ പറയുക, നമ്മൾ നിലനിൽപ്പിൻ്റെ കൂടെ ഒരു കാര്യമായിരുന്നു. The first thing they did was to dash the extent of damage done by the rains. Circulate എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സർക്കുലേറ്റ് ചെയ്യുക അല്ലേ, അത് പല സ്ഥലത്തേക്കും സർക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അസേർട്ടൻ എന്ന അർത്ഥത്തോടെ അസേർട്ടൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്താണ് ഡാമേജ്. ഈ ഡാമേജ് അതിൻ്റെ ഒരു ലെവൽ എവിടം വരെ പോയിട്ടുണ്ട്, എത്രത്തോളം ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു എക്സ്റ്റെൻറ്റ്, ദ ലിമിറ്റ് എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഡാമേജ് ഹാഡ് ഒക്കേർഡ്. അപ്പോൾ അസേർട്ടൺ ചെയ്യാന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുക. Unfortunately, the computer has also been responsible for the dash of fraudulent schemes through which many people are deceived by promises of quick wealth. അതായത് കമ്പ്യൂട്ടർ എന്തിനും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുണ്ട്? ഫ്രോഡുലന്റ് സ്കീംസ്, ഫ്രോഡ് സ്കീംസ് അല്ലേ, ത്രൂ വിച്ച് മെനി പീപ്പിൾ ആർ ഡിസീവ്ഡ് എന്ന് വെച്ചാൽ കബളിപ്പിക്കപ്പെടുക ബൈ ദ പ്രോമിസസ് ഓഫ് ക്വിക്ക് വെൽത്ത്. പെട്ടെന്ന് ധനികനാവാം എന്ന് പറയുന്ന രീതിയിൽ ഉള്ള സ്കീമുകൾ വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ പറ്റിക്കപ്പെടുന്നതിനൊരു കാരണമാണ്. അതിനൊരു കാരണം കമ്പ്യൂട്ടറും കൂടിയാണ് എന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി കമ്പ്യൂട്ടർ അത്ര നല്ലൊരു കാര്യമായിട്ട് പോലും കമ്പ്യൂട്ടർ ഇതിനൊരു കാരണമാണെന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ഡാഷ് ഓഫ് ഫ്രോഡുലന്റ് സ്കീംസ്? ഈ സ്കീംസിൻ്റെ എന്താണ്? പ്രൊമൾഗേഷൻ അല്ല, പ്രോളിഫറേഷനാണ്. പ്രോളിഫറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അതിൻ്റെ അളവ് വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ അളവ് കൂട്ടുക, ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി, പ്രോളിഫറേഷൻ ഓഫ് ഫ്രോഡുലന്റ് സ്കീംസ് എന്ന് പറയാം. പ്രൊമൾഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊമോഷൻ ഓഫ് ആൻ ഐഡിയ, പ്രൊമോട്ടിങ് ആൻ ഐഡിയ. ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് പ്രൊമൾഗേഷൻ എന്ന് പറയാം. പ്രൊമൾഗേഷൻ. പ്രൊക്ലമേഷൻ നമുക്കറിയാം. പ്രിറ്റൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, പ്രിറ്റൻഡ് ചെയ്യാൻ നമ്മൾ പറയില്ലേ, ടു ആക്ട് ലൈക്ക് സംവൺ എൽസ്. പ്രിറ്റൻഡ് ടു ആക്ട്, ജസ്റ്റ് ടു അഭിനയിക്കുക. പ്രൊക്ലെയിം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയും അല്ലേ, പ്രൊക്ലെയിം ചെയ്യും. Highways are a catalyst for economic growth, but private dash in this sector has been termed tardy as investors do not appear to be interested in putting their money in long-term projects. Tardy എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? tardy എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. ഇറ്റ് മീൻസ് വിച്ച് ഇസ് എക്സ്പെക്റ്റഡ് ടു ബി ഡിലേഡ്. എക്സ്പെക്റ്റഡ് ടു ബി ഡിലേഡ് എന്നാണ് പറയാ. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അത് ഉറപ്പാണ്, എന്താണ്, അത് വൈകിട്ടേ വരും. അപ്പോൾ ഇവിടെ ഡാഷ് ഇൻ ദിസ് സെക്ടർ ഹാസ് ബീൻ ടേം ടാഡി. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ലേറ്റ് ആയിട്ടേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഡിലേഡ് ആയിട്ടേ വരും. ആസ് ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് അപ്പിയർ ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ പുട്ടിംഗ് ദ മണി ഇൻ ലോങ് ടേം പ്രോജക്ട്സ്. Malaria dash is one of the top priorities of the government, said the minister. Malaria dismissal, malaria abolition, malaria exclusion, malaria eradication. Malaria eradication is one of the top priorities of the government. അല്ല, ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ട് തുടച്ചു നീക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇറാഡിക്കേറ്റ് ചെയ്യാന്ന് പറയാം. The pleasant dash of the rain as it fell on the dust made me feel nostalgic.
ദ പ്ലസൻറ്റ് ഇൻസെൻസ് അല്ല, പ്ലസൻറ്റ് ബാം അല്ല, പ്ലസൻറ്റ് പെർഫ്യൂം അല്ല. ഇറ്റ് ഈസ് ഓപ്ഷൻ സി എറോമ. എറോമ എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ് സ്മെൽ എന്നർത്ഥം. പ്ലസൻറ്റ് സ്മെല്ല് എന്നാണ് എറോമ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമുക്കിത് വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് എറോമ എന്ന് പറയുന്നത് അല്ലേ. എറോമ, പ്ലസൻറ്റ് എറോമ ഓഫ് ദ റെയിൻ ആസ് ഇറ്റ് ഫെൽ ഓൺ ദ ഡസ്റ്റ് മെയ്ഡ് മീ ഫീൽ നൊസ്റ്റാൾജിക്. ബംഗളൂരു ഇസ് എ ബ്യൂട്ടിഫുൾ സിറ്റി വിച്ച് ഡാഷ് ദ മോഡേൺ വിത്ത് ദ ട്രഡീഷണൽ. ഓക്കെ, എന്തായിരിക്കും? അതായത് മോഡേണും ഉണ്ട് ട്രഡീഷണലും ഉണ്ട്. ഇത് രണ്ടും ഒരേപോലത്തെ സംഭവമല്ല. മോഡേണിൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്ന രീതിയിൽ പറയാം ട്രഡീഷണൽ പണ്ട് മുതലേ വെച്ച് കൊണ്ടുവരുന്ന എന്താണ് ഒരു തരത്തിലുള്ള ആചാരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, സമ്പ്രദായങ്ങൾ അല്ലേ, പണ്ടത്തെ സമ്പ്രദായങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് മോഡേൺ. അപ്പോൾ ഇവിടെ എന്താണ്? വിച്ച് ബ്ലെൻഡാണ്, ബ്രേക്സ് അല്ല, ഗ്രോസ് അല്ല, ഷെയർസ് അല്ല, ബ്ലെൻഡ്സ് ദ മോഡേൺ വിത്ത് ദ ട്രഡീഷണൽ. ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ മിക്സ് ചെയ്യാന്ന്. ബ്ലെൻഡ് ഇസ് എ മിക്സ്ചർ അല്ലേ, മോഡേണും ട്രഡീഷണലും ബ്ലെൻഡ് ചെയ്യുക. The majority dashed that the country can progress under able leadership. The majority dashed that the country can progress under able leadership. ഇവിടെ can എന്ന് മനസ്സിലാക്കിയാൽ, can എന്ന് കണ്ടാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് പ്രസന്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയതല്ല, പ്രസന്റ് ആണ് അല്ലേ. അതായത് രാജ്യത്തിന് പുരോഗമിക്കാൻ സാധിക്കും ഏബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് എന്തെങ്കിലും. ഏബിൾ ലീഡർഷിപ്പ് വെച്ചാൽ കേൾപ്പുള്ള ഒരു നേതൃത്വം വന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് പുരോഗമനം സാധ്യമാണ്, പുരോഗമിക്കാൻ സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെജോറിറ്റി എന്താണ് ഇവിടെ? ഹാവ് ബിലീവ്ഡ് അല്ല, അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇസ് ബിലീവിങ് അല്ല. മെജോറിറ്റി എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ബിലീവ്സ് അല്ല, ബിലീവ് ദാറ്റ് the country can progress under leadership, under able leadership എന്നാണ് പറയുന്നത്. Please sign these documents dash ink so that they can be preserved. Please sign these documents by ink എന്ന് പറയും അല്ലേ. ഇൻ ഇങ്ക് അല്ല, ഫ്രം അല്ല, by ink so that they can be preserved എന്നാണ് പറയാം. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാണ്. ബൈ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറ് അല്ല. ബൈ അല്ല, ഇൻ തന്നെയാണ്. ഇന്നാണ് ആൻസർ. ഇൻ ഇങ്ക്. ഓപ്ഷൻ ഡി. The company has appointed twice dash women as men. Women എന്ന് പറയുന്നത് ഇത് WOMEN is plural of women അല്ല, ഇത് പ്ലൂറൽ ആണ്. ആൻഡ് എന്തിൻ്റെ പ്ലൂറലാണ്? വുമൻ എന്ന് പറയുന്നതിൻ്റെ ഇത് സിംഗുലറും ഇത് പ്ലൂറലാണ്. ശ്രദ്ധിക്കുക, ഇതിനെ നമ്മൾ WOMEN വുമൻ എന്ന് പറയരുത്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ പറയുന്നത് വിമൻ എന്നാണ്. വിമൻ, ഓക്കെ, വിമെൻ എന്ന് പറയാം, നോട്ട് വുമൻ. വിമൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. വിമൻ, നോട്ട് വുമൻ. ഇനി വിമൻ എന്നുമല്ല, വിമൻ, വിമെൻ എന്ന് പറയാം, മെൻ. ഓക്കെ, സോ വിമൻ ആസ് മെൻ. അപ്പോൾ വിമൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു കൗണ്ടബിൾ നൗൺ ആണ്. വുമൻ എന്ന് പറയുന്നത് സിംഗുലറിൻ്റെ പ്ലൂറൽ ഫോം ആയിട്ടുള്ള വിമൻ is എ കൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മെനി എന്ന് പറയണം. അൺകൗണ്ടബിൾ ആയിരുന്നെങ്കിൽ മച്ച് എന്ന് പറഞ്ഞേനെ. They postpone dash on vacation due to adverse weather conditions. Adverse എന്ന് വെച്ചാൽ അർത്ഥം പ്രതികൂലമായ വെതർ കണ്ടീഷൻസ് കാരണം എന്ത് ചെയ്തു? ഒരു വെക്കേഷന് പോകുന്നത് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ പോകുന്നത് എന്ന് പറയുന്ന സാധനം ഗോയിങ് എന്നർത്ഥം. ഗോയിങ് എന്നല്ല, ഗോയിങ് ഓൺ എന്നർത്ഥം. ഗോയിങ് ഓൺ എന്ന് പറയുന്നതാണ് ഗോയിങ് ഓൺ വെക്കേഷൻ, ഗോയിങ് ഓൺ ലീവ്, ഗോയിങ് ഓൺ മെഡിക്കൽ ലീവ്, ഗോയിങ് ഓൺ വെക്കേഷൻ എന്നൊക്കെ പറയും. ഡാഷ് ഓഫ് ദീസ് ബോയ്സ് ഇസ് ഡൂയിങ് എനിത്തിങ് വർത്ത് വൈൽ.
dash of these boys is doing anything worthwhile. Okay, എന്തായിരിക്കും? Either of these boys, each of these boys, none of these boys, both is doing anything worthwhile എന്നാണ് പറയുന്നത്. അപ്പോൾ സെൻറ്റൻസ് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിത്തിങ് worthwhile, ഒന്നും എന്ന് പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ഒന്നും എന്ന അർത്ഥം, ഒന്നും ഡൂയിങ് എനിത്തിങ് worthwhile എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് ഒന്നും എന്നൊരു മീനിങ് ആണ്. സോ അവിടെ നെഗറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്, നെഗറ്റീവ് മീനിങ് ആണ് ആ സെൻറ്റൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഐദറും ഈച്ചും ബോത്ത് ഒന്നും പറ്റില്ല, നണ്ണെന്ന് വേണം അല്ലേ? നെഗറ്റീവ് ആകെ നണ്ണ് മാത്രമേ ഉള്ളൂ. സോ നൺ ഓഫ് ദീസ് ബോയ്സ് ഈസ് ഡൂയിങ് എനിത്തിങ് വർത്ത് വൈൽ. ഇവിടെ നണ്ണിന് പകരം ഐദറിന് പകരം ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ എയിൽ നൈദർ എന്നായിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ കൺഫ്യൂഷൻ ആയത്. കാരണം നൈദറും വരാം നണ്ണും വരാം, പക്ഷെ അങ്ങനെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഇവിടെ ദീസ് ബോയ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, എത്ര ബോയ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നൈദർ ആണോ നണ്ണാണോ എന്ന് ഉപയോഗിക്കേണ്ടത് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ, അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ബോയ്സ്. ഇഫ് ഇറ്റ് വെർ ടു ബോയ്സ് വി ഷുഡ് ഹാവ് യൂസ്ഡ് നൈദർ. എന്ന് പറയാൻ പകരം ഒരു 10 ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 2 അല്ലേ, ഗ്രേറ്റർ ദാൻ 2, ഇപ്പോൾ 3 ആയിരുന്നെങ്കിൽ പോലും നമ്മൾ എന്താണ് നണ്ണെന്ന് യൂസ് ചെയ്യുന്നത്. സോ if it is 2 you have to use neither, if it is greater than 2 you should use none. Okay, just one second. Educators have dash unique responsibility towards the empowerment of their students. എന്താണ്? Educators have some unique responsibility എന്ന് പറയില്ല, and എന്ന് പറയില്ല, few എന്നും പറയില്ല. കാരണം few unique responsibility നമ്മൾ പറയില്ല, ഒന്നാമതായിട്ട് തെറ്റാണ്. പിന്നെ വരേണ്ടത് ഒന്നുകിൽ എ ആണോ ആൻ ആണോ എന്നുള്ളതാണ്. നമ്മളിവിടെ യു എന്ന് പറയുന്ന വവൽ കണ്ടുകൊണ്ട് നമ്മൾ ആൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. യു എന്ന വവലാണെങ്കിൽ, ഇവിടെ വരുന്ന വവലാണെങ്കിൽ പോലും ഇവിടെ എന്താണ്? സൗണ്ട് ആണ് നോക്കേണ്ടത്. ദ സൗണ്ട് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് അല്ല, സൗണ്ട് ഇസ് ദ ഓൺലി തിങ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. യു എന്ന് പറയുന്ന സൗണ്ട് ആണ്, ദാറ്റ് ഇസ് കോൺസണന്റ് സൗണ്ട്. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. എ യുണീക്ക് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് the empowerment of their students. The festival expenses are bound to dash in my pocket. Bound to make a dent in my pocket. Bound to make a dent in my pocket. എന്ന് വെച്ചാൽ ഡെൻറ്റ് എന്ന് വെച്ചാൽ കുഴി, ഒരു കുഴി അല്ലെങ്കിൽ ഒരു തുള ഉണ്ടാക്കുകയാണ്. അത്രയും ഏതാണ് നമ്മളെ പോക്കറ്റ് കീറുക എന്നൊക്കെ പറയുന്ന സംഭവം, പോക്കറ്റ് കീറുക. ബി അപ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു യൂസ് ചെയ്യാണ്. ബി അപ് ഫ്രണ്ട് മീൻസ് ടു ബി ഓണസ്റ്റ്. ടു ബി ഓണസ്റ്റ് എന്ന് പറയാം, ടു ബി ഓണസ്റ്റ്. ഗിവ് എ ക്ലീൻ ചിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് അല്ല, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാം അല്ലേ. ബി ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ തന്നെ പ്രതീക്ഷിക്കാതെ, അപ്രതീക്ഷിതമായി എന്നാണ്. സോ ഔട്ട് ഓഫ് ദ ബ്ലൂ മീൻസ് അപ്രതീക്ഷിതമായ. ചൈനീസ് ലീഡേഴ്സ് ഫോമൽ ചൈനീസ് സൂട്ട്. ചൈനീസ് ലീഡറിൻ്റെ ഫോമൽ ചൈനീസ് സൂട്ട്. ചൈനീസ് ലീഡേഴ്സ് ഫോമൽ ചൈനീസ് സൂട്ട്. ഇവിടെ എത്തുമ്പോഴേക്കും മനുഷ്യൻ തളർന്ന്, ഈ ഭാഗത്തുമ്പോഴേക്കും സൂട്ട് എത്തുമ്പോഴേക്കും. ഓക്കെ, എന്താണ് ഡാഷ് ചാങ് പാവോ എന്ന് വെച്ചാൽ അർത്ഥം? ഈ സൂട്ടിനെ വിളിക്കുന്ന പേരാണ് ചാങ് പാവോ എന്ന്. സോ ഇസ് കോൾഡ് അല്ലേ, ഇസ് കോൾ അല്ല, ആർ കോൾഡ് അല്ല, വിൽ ബി കോൾഡ് അല്ല, ഇസ് കോൾഡ്. കാരണം സിംഗുലർ ആണ്, ആർ കോൾഡ് ഒന്നും ആവശ്യമില്ല. ഇസ് കോൾഡ് ചാങ് പാവോ, ഇസ് കോൾഡ്. നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുക. ദിസ് ഇസ് കോൾഡ് അല്ലേ, ദിസ് ഇസ് ടേംഡ് ആസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഡെഫിനേഷനൊക്കെ പഠിക്കാം. ദ ഫസ്റ്റ് തിങ് ദേ ഡിഡ് വാസ് ടു ഡാഷ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡയമെൻഷൻ ബൈ 2. ഇതാണ് നേരത്തെ കണ്ടാണല്ലോ, അസേർട്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മൾ കണ്ടാണ്. കമ്പ്യൂട്ടർ ഹാസ് ഓൾസോ ബീൻ റെസ്പോൺസിബിൾ ഫോർ ദ എന്താണ്? പ്രോളിഫറേഷൻ ആണ്, പ്രൊമൾഗേഷൻ അല്ല. പ്രോളിഫറേഷൻ നമ്മൾ നേരത്തെ കണ്ടാണ്. എന്താണ്? ദിസ് ഇസ് ദ റീസൺ ഡാഷ് ഐ ഡോണ്ട് അറ്റൻഡ് പാർട്ടീസ്. ദ റീസൺ
റീസണിന് ശേഷം നമ്മളെപ്പോഴും വൈ എന്നാ യൂസ് ചെയ്യുക അല്ലേ. ദ റീസൺ വൈ ഐ ഡോണ്ട് അറ്റൻഡ് പാർട്ടീസ്. ഇവിടെ ഇപ്പോൾ ഈ സെൻറ്റൻസിൽ റീസൺ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ദിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇതാണ് റീസൺ. അതൊക്കെ റീസൺ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പറയാം റീസൺ നമുക്ക് അറിയാമെന്ന് ചോദിച്ചു. റീസൺ നമുക്ക് അറിയാമെന്ന് കരുതുക, എന്നിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ദ റീസൺ വൈ ഐ ഡോണ്ട് അറ്റൻഡ് പാർട്ടീസ് ഇസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കും ഇനി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ല, ഈ പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിന് നമ്മൾ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ മതി. അതായത് ഐ ഡോണ്ട് ലൈക്ക് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയാം. അങ്ങനെ എന്തെങ്കിലും നമ്മൾ റീസൺ എന്താണ്, ആ റീസൺ എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാതെ ദ റീസൺ വൈ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ബിക്കോസ് എന്ന് വീണ്ടും ചേർക്കരുത്. ദ റീസൺ വൈ ഐ ഡോണ്ട് അറ്റൻഡ് പാർട്ടീസ് ഇസ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് ആ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. അവിടെ റീസൺ വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ബിക്കോസ് വരരുത്. ബിക്കോസ് ഷുഡ് നോട്ട് കം അലോങ് വിത്ത് റീസൺ വൈ. സോ ഇവിടെയും ദിസ് ഇസ് ദ റീസൺ വൈ എന്ന് പറഞ്ഞാൽ മതി, ബിക്കോസ് വരില്ല അല്ലേ. ദിസ് ഇസ് ദ റീസൺ വൈ ഐ ഡോണ്ട് അറ്റൻഡ് പാർട്ടീസ്. He had hardly gone a few kilometers dash his car broke down. He had hardly എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഹാർഡ്ലി, barely, scarcely. ഹാർഡ്ലി, barely, scarcely എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു കൺജങ്ഷൻ എന്താണ് വരിക, എന്താണ് അല്ലെങ്കിൽ കൺജങ്ഷൻ തന്നെ എന്താണ് വരിക നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെൻ ആണ് വരിക അല്ലേ. ഹാർഡ്ലി, barely, scarcely വരുമ്പോൾ വെൻ വരണം. നോ സൂണർ എന്ന് വരുമ്പോൾ ദാൻ വരണം. നോ സൂണർ എന്ന് വരുമ്പോൾ ഇവിടെ എന്താ വരിക, ദാൻ വരണം. എന്ന് വെച്ചാൽ ഹി ഹാഡ് നോ സൂണർ ഹാഡ് ഹി ഗോൺ എ ഫ്യൂ കിലോമീറ്റേഴ്സ് എന്നായിരുന്നെങ്കിൽ ദാൻ ഹിസ് കാർ ബ്രോക്ക് ഡൗൺ എന്ന് വന്നാണ്. ഇവിടെ പക്ഷേ ഹാർഡ്ലി ആയതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, വെൻ യൂസ് ചെയ്യും. ഇത് പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതിനേക്കാൾ സ്ട്രെസ് ചെയ്യുക എങ്ങനെയാണ് സ്ട്രെസ് ചെയ്യേണ്ടത് എനിക്ക് അറിയൂട. എന്തായാലും ചോദ്യം വരും. നിങ്ങൾ CGL എക്സാമിൽ ഇപ്പം മെയിൻസ് ഒക്കെ എഴുതുകയാണെങ്കിലും, മെയിൻസ് എഴുതാൻ മാത്രമല്ല CHSL എക്സാം ആണെങ്കിലും Tier 1 ആണെങ്കിലും CGL ഒരു Tier 2 മെയിൻസ് എക്സാമിൽ നിങ്ങൾക്ക് ഒരു മിനിമം 4 മാർക്ക്, ഒരു 2 അല്ലെങ്കിൽ 4 മാർക്ക് ഉണ്ടാവില്ല അല്ലേ. ഓക്കെ, ഒരു 2 അല്ലെങ്കിൽ 3 മാർക്ക് ഇത് എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. അതൊരു മാറ്റം വരുത്തിയിട്ടില്ല, ഇനി മാറ്റം വരുത്താനും അവർക്ക് പ്ലാൻ ഇല്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട്. സോ ഹാർഡ്ലി, ബാർലി, സ്കാസ്ലി എന്ന് പറയുമ്പോൾ വെന്ന് വരണം, നോ സൂണർ എന്ന് പറയുമ്പോൾ ദാൻ വരണം. ഈ ഒരു ഫോർമാറ്റിൽ ഇതേ സാധനം തന്നെ, സെയിം സാധനം തന്നെ ഒരു റെഡിമെയ്ഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എല്ലാ പരീക്ഷയിലും. സോ വിട്ടുപോകരുത്. ഓപ്ഷൻ എ, ദിസ് ഫാബ്രിക് ഇസ് ഡാഷ് ദോ ചീപ്പർ ദാൻ അതർ ഫാബ്രിക്സ്. ആസ് ഗുഡ് ആസ് അല്ലേ, ആസ് ഗുഡ് ആസ് ദോ ചീപ്പർ ദാൻ അതർ ഫാബ്രിക്സ്. അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ഫാബ്രിക്കും മറ്റ് ഫാബ്രിക്കും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ ഈ ഫാബ്രിക് മറ്റ് ഫാബ്രിക്കിനെ അത്ര തന്നെ നല്ലതാണ് അല്ലേ. ആസ് ഗുഡ് ആസ് എന്ന് പറയുമ്പോൾ മറ്റു ഫാബ്രിക്കുകളേക്കാൾ അല്ലെങ്കിൽ ഫാബ്രിക്കുകളുടെ അത്ര തന്നെ നല്ലതാണ്, കാളല്ല അത്ര തന്നെ നല്ലതാണ്. ദോ ചീപ്പർ ദാൻ അതർ ഫാബ്രിക്സ്, മറ്റ് ഫാബ്രിക്സിനേക്കാൾ ചീപ്പർ ആയിട്ട് പോലും മറ്റുള്ള ഫാബ്രിക്സിൻ്റെ അത്ര തന്നെ നല്ലതുമാണ്. സോ ആസ് ഗുഡ് ആസ് ഡാഷ് ആസിൽ ഈ ഡാഷിൽ നമുക്ക് എന്തൊക്കെ വരാം, ഒന്നുകിൽ ഒരു ആഡ്ജക്റ്റീവ് വരാം അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് വരാം. അത് ശ്രദ്ധിക്കുക, ആഡ്ജക്റ്റീവ് വരാം, ആഡ്വേർബ് വരാം. ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് സ്ട്രക്ചർ ഫെമിലറൈസ് ചെയ്യുക, സെൻറ്റൻസ് സ്ട്രക്ചർ ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്യാവശ്യം വായനയുള്ള ഒരാൾക്ക് SSC എക്സാമിൽ ഇംഗ്ലീഷ് പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ അത്രയും മാത്രമേ ഈ എക്സാം നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. you just have to be familiar with the basic sentence structure. ഓക്കെ, സെൻറ്റൻസ് സ്ട്രക്ചർ അതെന്താണ് വേണ്ടത്. അപ്പോൾ ഓരോ ഏത് കാര്യമാണെങ്കിലും എന്താണെങ്കിലും, അതിപ്പോൾ മാഗസിൻ ആണെങ്കിലും പോട്ടെ, ന്യൂസ് പേപ്പർ, ആർട്ടിക്കിൾസ് എന്താണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിൽ അത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് സ്പോട്ട് തിയറിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. അത് മാത്രം ടിക്ക് ചെയ്തിട്ട് പോയാൽ മതി. സ്പോട്ട് തിയറിലൊക്കെ എന്താണ് എറർ എന്ന് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം പോലില്ല. ജസ്റ്റ് ഇവിടെയാണ് എറർ എന്ന് മാത്രം കൊടുത്താൽ മതി അല്ലേ.
പക്ഷേ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറയണം എന്താണ് എങ്ങനെയാണിത് ശരിയാക്കേണ്ടത്. പറഞ്ഞു വരുമ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളാണ്. 32. She had won the match when we dashed the venue. She had won the match when we reached the venue. Reached the venue എന്ന് പറയാം. She had won the match when we reached. എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? നമ്മൾ രണ്ട് ആക്ടിവിറ്റി അല്ലേ, 2 actions that happened in the past. 2 actions that happened in the past. The first action should be expressed in past perfect tense and the second action should be expressed in simple past tense. രണ്ട് ആക്ഷൻസ് അല്ലേ, ഭൂതകാലം തന്നെ നമ്മൾ പറയാം. നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയ രണ്ട് ആക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നടന്ന ആക്ഷനെ, അതായത് ഒരു ആക്ഷന് ശേഷം തൊട്ട് പിറകെ രണ്ടാമത്തെ ആക്ഷനും നടന്നു എന്ന് പറയുമ്പോൾ ആദ്യം നടന്ന ആക്ഷനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്ന ആക്ഷനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയണം. അപ്പോൾ അവിടെ ആദ്യം നടന്ന എന്താണ്, മാച്ച് ജയിച്ചു എന്ന് പറയുന്നതാണ്. സോ അത് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ്. രണ്ടാമത് നടന്നത് വെന്യൂവിൽ എത്തി, റീച്ച് ചെയ്തു, അത് എന്ത് ചെയ്യണം, സിമ്പിൾ പാസ്റ്റിൽ പറയണം. റീച്ച്ഡ് ദ വെന്യൂ. Plenty of information about the flora and fauna of India dash available in this book. Plenty of information. ഇവിടെ എന്താ ഇസ് എന്നറിയാം. എന്തുകൊണ്ട് ആറ് വന്നില്ല? വൈ? ബിക്കോസ് plenty of ഇവിടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് is an uncountable noun. ഇതൊരു uncountable noun ആയതുകൊണ്ടാണ്. അതായത് ഇത്രയേ ഉള്ളൂ. പ്ലെൻറ്റി ഓഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക? പ്ലെൻറ്റി ഓഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്ലെൻറ്റി ഓഫ് ഈ ഡാഷിൽ ഇഫ് ഒരു കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? പ്ലൂറൽ നൗൺ എടുക്കാം. പ്ലൂറൽ വേർബ് എടുക്കാം. ഓക്കെ, ഇതിന് പകരം പ്ലെൻറ്റി ഓഫിന് ഈ ഡാഷിന് പകരം ഒരു അൺകൗണ്ടബിൾ. എന്താ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ? അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് എണ്ണാൻ സാധിക്കാത്ത അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സിംഗുലർ വേർബ്. Highways are a catalyst for economic growth, but private dash in this sector has been termed tardy, as investors do not appear to be interested in putting their money in. നമ്മൾ നേരത്തെ കണ്ടതല്ലേ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. Indian films have dash added nature without its fury into long romantic songs. Have frequently, fretfully, formally, fussily. Frequently എന്നാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് നേച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ടാണ്, ഫ്രീക്വൻ്റ്, നോട്ട് ഫ്രെറ്റ്ഫുള്ളി. ഫ്രെറ്റ്ഫുള്ളി തന്നെ വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള അല്ലേ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലേ, സ്ട്രെസ്സൊക്കെ ആയിട്ടുള്ള ആണ് ഫ്രെറ്റ്ഫുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, മലേറിയ എറാഡിക്കേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ട്. മലേറിയ എറാഡിക്കേഷൻ. Dozens of dogs in Norway have recently been hit by a mysterious and at times dash illness, raising concern among dog owners. എന്തായിരിക്കും? മിസ്റ്റീരിയസ് ആൻഡ് അറ്റ് ടൈംസ് എന്നാൽ പലപ്പോഴായിട്ട് അതൊരു എന്ത് ഇൽനെസ് ആണ്? സസ്പീഷ്യസ് ഇൽനെസ് അല്ല, ഡെസ്പറേറ്റ് ഇൽനെസ് അല്ല, ഡ്രിയറി അല്ല, ഫേറ്റൽ ആണ്. ഫേറ്റൽ ഇൽനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ദാറ്റ് ലീഡ്സ് ടു ഡെത്ത്. മരണത്തിൽ കലാശിക്കുന്ന ഒരു സംഭവമാണ് ഫേറ്റൽ എന്ന് പറയുന്നത്. ഫേറ്റൽ ഇൽനെസ്. റേസിംഗ് കൺസേൺ അവൻ ഡോഗ് ഓണേഴ്സ്. ഈ ഡ്രിയറി എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഡ്രിയറി മീൻസ് ദാറ്റ് ലാക്സ് എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്ത സംഭവമാണ് ഡ്രിയറി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ബോറിങ്, ലാക്സ് എക്സൈറ്റ്മെൻറ്റ്, ബോറിങ് അല്ലേ. വേറൊരു വാക്ക് എന്താണ്? മൊണോട്ടോണസ് എന്ന് പറയും. Monotonous. The seaside resort of Mamallapuram was an dash part of ancient China's Silk Route. എന്താണ്? ഇൻറ്റൻഷണൽ അല്ല. ഇൻറ്റൻഷണൽ എന്ന കാര്യത്തിൽ കൂട്ടിയിട്ടില്ല, പേർപ്പസ്ഫുൾ ആണ്, ഇൻറ്റഗ്രൽ ആണ്. ഇൻറ്റൻസീവ് അല്ല, ഇൻറ്റ്യൂട്ടീവ് അല്ല. Integral part of ancient China's Silk Route.
integral part of ancient China Silk route. Integral is ഏറ്റവും important ആയിട്ടുള്ള part. We respect you, but we don't agree dash to your ideas. Agree to your ideas, agree for your ideas. എന്തായാലും agree ഫോറും agree ബൈയും എല്ലാം നമുക്ക് ഉറപ്പാണ് അല്ലേ. agree to your ideas അല്ല, agree with your ideas. I cannot agree with you. I don't agree with you. With ആണ് നമ്മൾ പറയാം, not to. Let us know dash you change your mind. Let us know dash you change your mind. Although, however, in case, suppose നമുക്കറിയാം in case ആണ്, അതായത് അങ്ങനെ ആവുകയാണെങ്കിൽ. ഇൻ കേസ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് ഇവിടെ ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് അല്ലേ. ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ദിസ് ഇസ് എ കണ്ടീഷണൽ ക്ലോസ്. കണ്ടീഷണൽ ക്ലോസ് നമ്മൾ ഇഫ് എന്ന് പറയുന്നതിന് പകരം, ഇഫിന് പകരമാണ് നമ്മൾ ഇൻ കേസ് യൂസ് ചെയ്യുന്നത് അല്ലേ. വി യൂസ് ഇൻ കേസ് ഇൻസ്റ്റെഡ് ഓഫ് ഇഫ്. ലെറ്റ് us know if you change your mind. if you change your mind എന്ന് പറയുന്നതിന് പകരം എൻറ്റയർലി സെയിം, എക്സാക്ട്ലി സെയിം ആണ് ഇൻ കേസ് എന്ന് പറയുന്നത്. ലെറ്റ് us know in case you change your mind. Let us know in case you change your mind. I am sure I dashed them at the party last night. I am sure I am seeing. Last night ആണ്, സോ പാസ്റ്റ് ടെൻസ് ആണ്. സോ ആം സീയിങ്ങും ഹാവ് സീൻ ഒന്നും പറ്റില്ല, രണ്ടും പ്രസന്റ് ടെൻസ് ആണ്. ഐ വാസ് സീയിങ് നമ്മൾ പറയില്ല. ഐ സോ ദം. ഐ സോ ദം അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ഐ വാസ് സീയിങ് ദം അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ് അല്ല, ഞാൻ അവരെ ഇന്നലെ രാത്രി കണ്ടിരുന്നു. ഐ സോ ദം അറ്റ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ഐ ഡാഷ് സംതിങ് ബേണിംഗ് നൗ. വീണ്ടും ഈ സെൻറ്റൻസിലെ ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. നൗ എന്ന് പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ നൗ ഉണ്ട്, ദെൻ ഉണ്ട് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നൗ ഇംപ്ലൈസ് ദാറ്റ് സെൻറ്റൻസസ്, ഐ മീൻ ദ ആക്ടിവിറ്റി ഓർ ആക്ഷൻ ഈസ് ഹാപ്പനിങ് നൗ അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഐ സ്മെൽ സംതിങ് ബേണിംഗ് നൗ എന്നാ പറയാം. ഒരു സ്റ്റാറ്റീവ് വേർബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സ്റ്റാറ്റീവ് വേർബ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? വേർബ്സ് that express the feeling, express the meaning of എന്താണ്? സെൻസസ്. അതായത് ലുക്ക്, അതുപോലെ സീ, പിന്നെ സ്മെല്ല്, ഹിയർ, ഫീൽ അല്ലേ. ഇതൊക്കെയാണ് സ്റ്റാറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ലുക്ക്, സീ, സ്മെല്ല്, ഹിയർ, ഫീൽ, ഇതൊക്കെയാണ് സ്റ്റാറ്റീവ് വേർബ്സ്. ഈ സ്റ്റാറ്റീവ് വേർബ്സിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ING ഫോമായിട്ട് നമ്മൾ പറയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ, ഇതുപോലുള്ള കേസുകളിൽ ഐ സ്മെൽ അല്ലേ, അത് മെയിൻ വേർബായിട്ട് വരുമ്പോൾ അത് നമ്മൾ എന്താ പറയുക, അതിൻ്റെ V1 ഫോമിലേ പറയാൻ പാടുള്ളൂ. ഐ സ്മെൽ എന്നേ പറയാൻ പാടുള്ളൂ. ഐ ആം സ്മെല്ലിങ് സംതിങ് എന്ന് പറയാൻ പാടില്ല. ഐ ആം ഹിയറിങ് സംതിങ് എന്ന് പറയാൻ പറ്റില്ല. ഐ ഹിയർ സംതിങ്. ഐ സീ എ പാരറ്റ് അല്ലെങ്കിൽ ഐ സീ എ കൈറ്റ് എന്ന് പറയും. ഐ ആം സീയിങ് എ കൈറ്റ് എന്ന് പറയാൻ പാടില്ല. ഐ സീ എ കൈറ്റ്. അതുപോലെ തന്നെ ലവ് എന്ന് പറയുന്നതും ഇതേപോലത്താണ്. ഐ ആം ലവിങ് യു എന്ന് പറയില്ല. ഐ ലവ് യു എന്നേ പറയും. ഓക്കെ. യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്നേ പറയൂ, അല്ലാതെ യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പാടില്ല. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്ന് ചെറുങ്ങനെ, അത് ഇൻഫോർമലായിട്ട് പറയാം. പക്ഷെ അത് ചെറുങ്ങനെ അല്ല, ഇൻഫോർമലായിട്ട് പറയാം. ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. പക്ഷേ പ്രോപ്പർ ഇംഗ്ലീഷ് ഗ്രാമർ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ യു ലുക്ക് ബ്യൂട്ടിഫുൾ, യു ലുക്ക് ഗുഡ്, യു ലുക്ക് ബെറ്റർ, യു ലുക്ക് ഹെൽത്തി എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഐ സ്മെൽ എന്നേ പറയാൻ പാടുള്ളൂ. ഐ ഹാവ് ബീൻ സ്മെല്ലിംഗ് എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഐ ആം സ്മെല്ലിംഗ് എന്നും പറയാൻ പാടില്ല. അതും തെറ്റാണ്, പൂരെ തെറ്റാണ്. ടുഡേ കമ്പ്യൂട്ടർ വൈറസ് സ്പ്രെഡ് ഡാഷ് എ ഡിസീയിങ് സ്പീഡ് ഡാഷ് വേ ഓഫ് ഫയൽ ഡൗൺലോഡ്സ്. ഡിസീയിങ് സ്പീഡ് എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡിൽ. അപ്പോൾ ആ ഇത്രയും സ്പീഡിൽ ഒരു കാര്യം സ്പ്രെഡ് ആവുകയെന്ന് പറയുമ്പോൾ സ്പ്രെഡ് അറ്റ് എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ എയും സിയും തെറ്റ്. സ്പ്രെഡ് അറ്റ് എ ഡിസീയിങ് സ്പീഡ് ഡാഷ് വേ ഓഫ് ഫയൽ ഡൗൺലോഡ്സ്. അപ്പോൾ ഈ വഴിയിൽ എന്ന് പറയുമ്പോൾ ബൈ വേ, ഓപ്ഷൻ ഡി, ബൈ വേ ഓഫ് ഫയൽ ഡൗൺലോഡ്സ് എന്നാണ് പറയാം. Oops, 1 second.
She has inherited her fondness dash tennis from her parents. Inherited her fondness. Inherited her fondness from her parents. പക്ഷെ എന്തിനെ കുറിച്ചാണ്? ഫോൺനെസ് എന്ന് പറയുമ്പോൾ താല്പര്യമാണ് അല്ലേ? താല്പര്യമാണ് ഫോൺനെസ് എന്ന് പറയുന്നത്. താല്പര്യം. മലയാളമൊക്കെ എഴുതി വൻ ദുരന്തമായി. ഫോൺനെസ് ഫോർ എന്ന് പറയാം. എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഫോൺനെസ് താല്പര്യമുണ്ടെങ്കിൽ ഫോൺനെസ് ഫോർ എന്താ പറയുക? ഫോൺനെസ് ഫോർ ടെന്നീസ്, ഫോൺനെസ് ഫോർ ഫുട്ബോൾ, ഫോൺനെസ് ഫോർ ക്രിക്കറ്റ്, ഓപ്ഷൻ ഡി. ഫോൺനെസ് ഫോർ സിനിമ. The doctor often made his patients dash for long, wait for long. Made എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ടു യൂസ് ചെയ്യാൻ പാടില്ല. അതിനാണ് നമ്മൾ എന്താ പറയുക? കോസറ്റീവ് വേർബ് എന്ന് പറയും. കോസറ്റീവ് വേർബ്. കോസറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് വേർബാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർബ്സ് ആണ്. എന്താണ്? വേർബ്സ് അല്ലേ? അതായത് ഇത്രയേ ഉള്ളൂ. മേക്ക്, ഹെൽപ്പ്, ലെറ്റ്, ബിഡ്, ഇതൊക്കെ കോസറ്റീവ് വേർബ്സ് ആണ്. ഇതെന്താണ്? എന്തിൻ്റെ ഗുണം? എന്തൊരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് why do we call these as causative verbs? Call them causative verbs because these verbs make things happen, അല്ലെങ്കിൽ cause some things. എന്തെങ്കിലും ഒരു കാര്യത്തിന് കാരണമാകും. ഓക്കെ, എന്തെങ്കിലും കാര്യം സംഭവിക്കും അല്ലേ? ടു മേക്ക് സംതിങ് ഹാപ്പൻ. these verbs make something happen. So made ഇതിൻ്റെ കൂടെ ഒന്നും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? നെവർ യൂസ് ടു യൂസ് ചെയ്യാൻ പാടില്ല. സോ മേക്ക് ആണെങ്കിലും ഹെൽപ്പ് ആണെങ്കിലും ലെറ്റ് ആണെങ്കിലും ബിഡ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? അതിനോട് ടു യൂസ് ചെയ്യാൻ പാടില്ല. സോ മെയ്ഡ് അല്ലേ? ഇവിടെ മെയ്ഡ് വരുന്നുണ്ട്. മെയ്ഡ് ഹിസ് പേഷ്യൻസ് ടു വെയിറ്റ് ലോങ് എന്ന് പറയരുത്. ഇവിടെ ജസ്റ്റ് V1 ഫോം മാത്രം യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. ജസ്റ്റ് V1. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ 2 + V1 അല്ല, V1 മാത്രം. ബേസ് ഫോം ഓഫ് ദ വെർബ് മാത്രം. അതിന് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയും. വെയിറ്റ് ഫോർ ലോങ്. ഡാഷ് എക്സ്ക്ലമേഷൻ. വാട്ട് ഹാവ് യു ഡൺ ടു യുവർ ഹെയർ? യു ആർ ലുക്കിംഗ് സോ ഓഡ്. ഇവിടെ യു ലുക്ക് സോ ഓഡ് എന്ന് പറയട്ടെ. ശരിക്കും യു ആർ ലുക്കിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. യു ലുക്ക് സോ ഓഡ് ആണ്. ഇത് ക്വസ്റ്റ്യനിൽ എക്സാമിന് വന്ന് ഒരു സെൻറ്റൻസ് ആണ്. അതാണ് പരിതാപകരം, സങ്കടകരം. ഇവിടെ വാട്ട് ഹാവ് യു ഡൺ ടു യുവർ ഹെയർ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കരമായിട്ടുള്ള ഷോക്കാണ്. അപ്പോൾ അവിടെ ബോദറല്ല. ബോദർ എന്ന് വെച്ചാൽ ഡിസപ്പോയിൻമെൻ്റ് ആണ്. ബോദർ ഇസ് ഡിസപ്പോയിൻമെൻറ്റ്. ഗുഡ്നെസ് ഗ്രേഷ്യസ് എന്നാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരിക. ഗുഡ്നെസ് ഗ്രേഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംഭവം കണ്ടിട്ട് അയ്യോ ഇതെന്താണിത് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഗുഡ്നെസ് ഗ്രേഷ്യസ്. ഓക്കെ. ഹുറേ ബ്രാവോ ഒന്നുമല്ല. ഹുറേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഹാപ്പി, സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ആണ്. ഹുറേ. ബ്രാവോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ്, ഗുഡ് ജോബ്, ബ്രാവോ, വെൽ ഡൺ. ഡാഷ് സണ്ണി 2 others have qualified for the final round of the quiz. എന്ന് വെച്ചാൽ സണ്ണിക്ക് പുറമെ 2 പേർ കൂടി ക്വിസിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിറ്റ്വീൻ അല്ല, എലോങ് അല്ല, അപ്പാർട്ട് അല്ല, ബിസൈഡ്സ്. ബിസൈഡ്സ് എന്ന് വെച്ചാൽ ഇൻ അഡീഷൻ ടു അർത്ഥം. ഇൻ അഡീഷൻ ടു. ബിസൈഡ്സ് മീൻസ് ഇൻ അഡീഷൻ ടു സണ്ണി അല്ലേ? ഇൻ അഡീഷൻ ടു. ബിസൈഡ്സ് ഇൻ അഡീഷൻ ടു. ഇൻ അഡീഷൻ ടു. ഇതുപോലെ സിമിലർ മീനിങ് അല്ല. ബിസൈഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിസൈഡ് ആൻഡ് ബിസൈഡ്സ്? ബിസൈഡ് എന്ന് പറഞ്ഞാൽ അടുത്ത്, അതിൻ്റെ അടുത്ത്, ഇതിൻ്റെ അടുത്ത് എന്നുള്ള സാധനം ബിസൈഡ്. ഓക്കെ. ദിസ് ഇസ് വൺ ഓഫ് ദ മാറ്റേഴ്സ് ദാറ്റ് ഡാഷ് മീ ദ മോസ്റ്റ്. മാറ്റേഴ്സ് ദാറ്റ് സി വൺ ഓഫ് ദ മാറ്റേഴ്സ് ഇതാണ് ഇവിടെ. ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്ന സാധനം. ആൻറ്റിസിഡൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രോണൗൺസിൻ്റെ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻറ്റിസിഡൻറ്റ് അല്ലേ? അതാണ് ഇപ്പോൾ വൺ ഓഫ് ദ മാറ്റേഴ്സ്. അപ്പോൾ ദാറ്റ് ഡിസ്റ്റർബ്സ് മീ ദ മോസ്റ്റ്. അവിടെ വി നീഡ് എ എസ് ഫോം ഓഫ് ദ വെർബ് ഓർ ദ സിംഗുലർ വേർബാണ്. ഡിസ്റ്റർബ്സ്. കാരണം സിംഗുലർ വരാൻ കാരണം എന്താണ്? ഇവിടെ വൺ ഓഫ് ദ മാറ്റേഴ്സ് ആണെങ്കിലും അതിലെ വൺ ഓഫ് ദ മാറ്റേഴ്സ് ദാറ്റ് ഡിസ്റ്റർബ്സ്. ഇവിടെ ഇത് സിംഗുലർ ആയതുകൊണ്ട് ഡിസ്റ്റർബ്സ് എന്ന് പറയുന്ന സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഹാൻഡ് ഫേർണിച്ചർ ഡാഷ് ഹിയർ അറ്റ് റീസണബിൾ പ്രൈസസ്. സെക്കൻഡ് ഹാൻഡ് ഫേർണിച്ചർ ആയതുകൊണ്ട്
Furniture is uncountable. We know that. We know that furniture is an uncountable noun. So furniture ആയിട്ട് ബന്ധപ്പെട്ട് മിക്ക കേസിലും is sold സിംഗുലർ വേർബിനാണ്. എപ്പോഴാണ് ആർ യൂസ് ചെയ്യുക? മെനി പീസസ് ഓഫ് ഫേർണിച്ചർ എന്നാണ് നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ നൗൺസിൻ്റെ സെഷനിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെനി പീസസ് ഓഫ് ഫേർണിച്ചർ, അതായത് ഫേർണിച്ചർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണും അത് ഫേർണിച്ചർ എന്ന് മാത്രം ഉപയോഗിക്കുമ്പോൾ സിംഗുലർ വേർബ് ഉപയോഗിക്കണമെന്നും അത് എങ്ങനെ പ്ലൂറലായിട്ട് ഉപയോഗിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെനി പീസസ് ഓഫ് ഫേർണിച്ചർ, പീസസ് ഓഫ് ഫേർണിച്ചർ എന്ന് പറയുമ്പോൾ അത് പ്ലൂറലായി. സോ മെനി പീസസ് ഓഫ് ഫേർണിച്ചർ ആർ സോൾഡ് ഹിയർ എന്നാണ് പറയുക. പക്ഷേ ഇവിടെ മെനി പീസസ് ഇല്ല, ജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ഫേർണിച്ചർ എന്ന് മാത്രമേ ഉള്ളൂ, ഫേർണിച്ചർ എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി സിംഗുലർ വേർബ് ഇസ് സോൾഡ്. ഓപ്ഷൻ സി, ഇസ് സോൾഡ് ഹിയർ അറ്റ് റീസണബിൾ പ്രൈസസ്. ഡാഷ് യു ഡിസേർവ് ക്രെഡിറ്റ് ഫോർ ദ സക്സസ് ഓഫ് ദ ഷോ. നൺ ബട്ട് യു, അല്ലേ, മറ്റാരുമല്ല നീയാണ്, നിങ്ങളാണ്. നൺ ബട്ട് യു ഡിസേർവ് ക്രെഡിറ്റ് ഫോർ ദ സക്സസ് ഓഫ് ദ ഷോ. ഓക്കെ. എഗ്സ് ആർ സോൾഡ് ഡാഷ് ദ ഡസൻ. സോൾഡ് ടു ദ ഡസൻ, സോൾഡ് ഇൻ ദ ഡസൻ, ആറ്റ് ദ ഡസൻ, ബൈ ദ ഡസൻ, അല്ലേ? ഒരു മിനിറ്റ്. ഇവിടെ ഒരു ചെറിയൊരു കാര്യം നോക്കാനുണ്ട് നമുക്ക്. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണിത്? അതായത് ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇവിടെ ബൈ, ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത 52. ഡാഷ് ഓഫ് ലിവിങ് ലൈഫ് ഓൺ ഹിസ് ഓൺ ടേംസ് ഹി മെയ്ഡ് ഫ്യൂ കോംപ്രമൈസസ്. ഹി മെയ്ഡ് എ ഫ്യൂ കോംപ്രമൈസസ് എന്ന് വെച്ചാൽ എന്താണ്? കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. ഫ്യൂ കോംപ്രമൈസസ് ഹി മെയ്ഡ്. ദെയർ ഇസ് സം പ്രോബ്ലം, സിസ്റ്റം ഒന്ന് ക്രാഷ് ആയതാണ്. ഹോപ്പ് ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ ഭാഗ്യം വന്നിട്ടുണ്ട്. ഓക്കെ, എക്സ്ട്രീംലി സോറി, ഐ അപ്പോളജൈസ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ 51ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോകുന്നത്. എന്താണ് നമ്മുടെ ഡൗട്ട് വന്നത്? എക്സ് ആർ സോൾഡ് ഡാഷ് ദ ഡസൻ. ഇവിടെ ബൈ ദ ഡസൻ തന്നെ വേണം. ബൈ ദ ഡസൻ, ബൈ ദ ഡസൻ. എക്സ് ആർ സോൾഡ് ബൈ ദ ഡസൻ എന്ന് പറയും, അല്ലെങ്കിൽ എക്സ് ആർ സോൾഡ് ഇൻ ഡസൻസ് എന്ന് പറയും. സോൾഡ് ഇൻ ഡസൻസ് എന്ന് പറയും. പക്ഷെ ഇവിടെ ദ വന്നതുകൊണ്ട് ബൈ എന്ന് യൂസ് ചെയ്യാൻ മതി. ബൈ ദ ഡസൻ ആൻഡ് ഇൻ ഡസൻസ്. ഓക്കെ. ഡാഷ് ഔട്ട് ലിവിങ് ലൈഫ് ഓൺ ഹിസ് ഓൺ ടേംസ് ഹി മെയ്ഡ് ഫ്യൂ കോംപ്രമൈസസ്. ഈ ഫ്യൂ കോംപ്രമൈസസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് ഓക്കെ, ഫ്യൂ കോംപ്രമൈസസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കുറച്ച് കോംപ്രമൈസ്, എന്നാൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഫ്യൂ കോംപ്രമൈസിനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ആവശ്യം വന്നിട്ടില്ല എന്നർത്ഥം. ഫ്യൂ കോംപ്രമൈസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഹി മെയ്ഡ് ഫ്യൂ കോംപ്രമൈസസ് എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നർത്ഥം, അല്ലേ? സോ കാരണം ലിവിങ് ലൈഫ് ഓൺ ഹിസ് ഓൺ ടേംസ്, ഓൺ ടേംസ് പറയുമ്പോൾ അവൻ്റെ തന്നെ ഇഷ്ടത്തിന് ആഗ്രഹപ്രകാരം ജീവിച്ചതുകൊണ്ട് തന്നെ ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യം വന്നിട്ടില്ല എന്നാണ് സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഡിസൈറസ് ഓഫ് ലിവിങ് ലൈഫ് എന്ന് വെച്ചാൽ, ഡിസൈറസ് ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടല്ലേ, ഒരു കാര്യം ആഗ്രഹിച്ച് കൊണ്ട് അങ്ങനെ ജീവിച്ചത് കൊണ്ട് ഹി മെയ്ഡ് ഫ്യൂ കോംപ്രമൈസ്. മോർ ദാൻ ഹാഫ് ദ ഡ്രെയിൻ ഡാഷ് ബീൻ സിൽറ്റഡ്. മോർ ദാൻ ഹാഫ് ദ ഡ്രെയിൻ വാസ് ബീൻ എന്നല്ല, ബീൻ എന്ന് വന്നിട്ടുണ്ട്. ബീൻ എന്ന് വന്നുകൊണ്ട് തന്നെ വാസ്, ഇസ്, പിന്നെന്താണ്? ഹാവ് ആണോ ഹാസ് ആണോ? മോർ ദാൻ ഹാഫ് ദ ഡ്രെയിൻ, അപ്പോൾ ഹാവ് ബീൻ, അല്ലേ? ഹാവ് ബീൻ എന്ന് വേണം, കാരണം മോർ ദാൻ ഹാഫ് ആണ്. ഡ്രെയിനിൻ്റെ മോർ ദാൻ ഹാഫ് ഹാവ് ബീൻ ഡീസിൽറ്റഡ്. ഹാവ് എന്ന് പറയുന്ന എന്ത് വേണം? പിന്നെ വി നീഡ് എ സിംഗുലർ, സോറി, പ്ലൂറൽ വേർബ്, അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്, സോറി, ഇവിടെ ഹാവ് അല്ല, ഹാസ് തന്നെ വേണ്ടത്. ഹിയർ ഇറ്റ് ഇസ് നോട്ട് ഹാവ്, ഇറ്റ് ഇസ് ഹാസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. മോർ ദാൻ വൺ അല്ലെങ്കിൽ ടു. മോർ ദാൻ വൺ അല്ലെങ്കിൽ ടു ആണ് വരുന്നതെങ്കിൽ, അതുപോലെ തന്നെ മോർ ദാൻ പ്ലസ്, മോർ ദാൻ
ഒന്നുകിൽ മോർ ദാൻ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ മോർ ദാൻ പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് വരികയാണെങ്കിൽ ഓക്കെ, പ്ലസ് സിംഗുലർ വേർബ്, സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വേർബാണ് വരുന്നതെങ്കിൽ, സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ സിംഗുലർ വേർബ് വരണം. സിംഗുലർ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ സിംഗുലർ വേർബ് വരണം. ഇത്രേ ഉള്ളൂ. മോർ ദാൻ പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ് തന്നെ വരണം. ഓക്കെ, ഇനി മോർ ദാൻ 1 അല്ലെങ്കിൽ 2 ഇങ്ങനെയാണ് വരുന്നതെങ്കിലും സിംഗുലർ വേർബ് തന്നെ വേണം. സോ ഓപ്ഷൻ ഡി, ഹാസ് ബീൻ സിൽറ്റഡ്, ഡീസിൽറ്റഡ് തന്നെ വേണം, നോട്ട് ഹാവ് ബീൻ. ഹാസ് ബീൻ. ഐ എം അലൗഡ് ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഇൻസൈഡ് ചർച്ച്. ആർൻറ്റ് ഐ, അല്ലേ? ആർൻറ്റ് ഐ, നോട്ട് ആം. AMN' എന്ന് പറഞ്ഞിട്ട് ഇത് തെറ്റാണ്. ആമിൻറ്റ് ഐ എന്ന് പറയാൻ പറ്റില്ല, ആർൻറ്റ് ഐ ആണ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ എക്സ്ക്ലമേഷൻ, വാട്ട് എ ഫ്രൈറ്റനിങ് എക്സ്പീരിയൻസ് ഇറ്റ് വാസ്. അപ്പോൾ വാട്ട് എ ഫ്രൈറ്റനിങ് എക്സ്പീരിയൻസ് ഇറ്റ് വാസ്. അലാസ് അല്ല, അലാസ് വെച്ചാൽ ഡിസപ്പോയിൻമെൻ്റ് ആണ്. അലാസ് മീൻസ് ഡിസപ്പോയിൻമെൻറ്റ്. ആണ് ഇവിടെ വേണ്ടത്. He was born in a business family and has natural aptitude for business. The wise try to improve themselves, whereas the fools keep blaming their luck. You can go to dash National Art Gallery, but I want to visit dash zoo first. You can go to the National Art Gallery, but I want to visit the zoo first. Option B. Vivek has a strong resemblance dash grandfather dash resemblance to എന്നാ പറയാം. resemblance പറയുമ്പോൾ സാമ്യം അല്ലേ, സാമ്യം. You really need dash some guidance in chemistry. You really need to take some guidance. When I solved the sum myself, I was very happy. I solved myself ആണ്, എന്നാലേ happy ആവും. I dashed for 40 minutes to see the doctor before my name was called ആണ്. So past perfect continuous ആണ്, had been waiting. കാരണം ഇപ്പോൾ നിലവിൽ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ഹാഡ് ബീൻ വെയിറ്റിംഗ്. ദ ഫാൻ വാസ് ഡയറക്ട്ലി ഓവർ മൈ ഹെഡ് വരും. യു ഹാവ് മെമ്മറൈസ്ഡ് യുവർ സ്പീച്ച്, ഹാവൻറ്റ് യു, അല്ലേ? ഹാവ് ആയതുകൊണ്ട് തന്നെ ഇവിടെയും ഹാവ് വരണം, പക്ഷേ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വരുമ്പോൾ ഹാവൻറ്റ് യു. ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ഡിസ്റ്റിംഗ്വിഷ് എ ലോയൽ ഫ്രണ്ട് ഫ്രം എ ഫ്ലാറ്റർ എന്ന് പറയാം. ഡിസ്റ്റിംഗ്വിഷ് ഫ്രം ആണോ ബിറ്റ്വീൻ അല്ലേ? പക്ഷേ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അല്ലേ? സോറി, ഫ്രം അല്ല, ബിറ്റ്വീൻ ആണ് അല്ലേ? യെസ്. ഡിസ്റ്റിംഗ്വിഷിന് പക്ഷേ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അല്ല നമ്മൾ പറയാം, അല്ലേ? ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ഡിസ്റ്റിംഗ്വിഷ് എ ലോയൽ ഫ്രണ്ട്. ഇവിടെ ഫ്രം തന്നെയാണ്. ഡിസ്റ്റിംഗ്വിഷ് ഫ്രം a flatterer. The man dash book you are reading is my father. Man whose book you are reading is my father. The man whose book you are reading is my father. We cannot delay the project if it is urgent. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഡിസ്റ്റിംഗ്വിഷ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പാർട്ടീസ് എന്ന് പറയുമ്പോൾ, അല്ലേ? അങ്ങനെ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്ന് പറയും. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇസ് യൂസ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടു ഓബ്ജക്ട്സ്. അതെ. ഡിസ്റ്റിംഗ്വിഷ് ഫ്രം ഇസ് യൂസ് ടു ഡിഫറൻഷിയേറ്റ് വൺ തിങ് ഫ്രം ദ റെസ്റ്റ്. അങ്ങനെയാണ് സംഭവം. ഓക്കെ, സോ ഡിസ്റ്റിംഗ്വിഷ് എ ലോയൽ ഫ്രണ്ട് ഡാഷ് എ ഫ്ലാറ്ററർ. ഓക്കെ, അതായത് രണ്ട് കാര്യങ്ങളെക്കുറിച്ച്, ഒരു ഫ്ലാറ്റർ ആണല്ലോ, അല്ലേ? അപ്പോൾ ബിറ്റ്വീൻ തന്നെയാണ്. സി, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആണോ ഫ്രം ആണോ എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ സാധാരണ ബിറ്റ്വീൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ, ബിറ്റ്വീൻ ആകുമ്പോൾ ടു പാർട്ടീസ്, രണ്ട് പാർട്ടീസ് തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബിറ്റ്വീൻ യൂസ് ചെയ്യണം. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ടു എന്നല്ല, ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഫ്രം എന്ന് പറയും. ഡിസ്റ്റിംഗ്വിഷ് രവി ഫ്രം ദിസ് ഗ്രൂപ്പ്, അവിടെ നമ്മൾ ഫ്രം യൂസ് ചെയ്യും. പക്ഷേ രണ്ട് പേരെ കുറിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുമ്പോൾ ബിറ്റ്വീൻ എന്ന് പറയും. സോ ഡിസ്റ്റിംഗ്വിഷ് ആണല്ലേ, അപ്പോൾ കറക്റ്റ് ഫ്രം തന്നെ. ഡിസ്റ്റിംഗ്വിഷ് ലോയൽ ഫ്രണ്ട് ഫ്രം എ ഫ്ലാറ്റർ തന്നെയാണ്.
ഒരു മിനിറ്റ്. Yeah. But distinguish from a distinguish a loyal friend from a flatterer. The man whose book, okay, we cannot delete the project as because it is urgent. Because it is urgent. Urgent ആണ്, so we cannot delay. Movie makers generally എന്താണ് dash historical facts or ideal stories. Adapt historical facts. ഓക്കെ, അങ്ങനെ ഒരു സംഭവ ബഹുലമായ ഒരു സെഷനോടെ അവസാനിച്ചിരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഇന്നത്തെ ടോപ്പിക്. ഇന്നത്തെ ഏതെങ്കിലും ക്വസ്റ്റൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻസിൽ പറയുക. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും